Hi friends, my name is Razil. I'm from Calicut Mirror. So, നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് കാലിക്കറ്റിലെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലാണ്, മാങ്കാവിലുള്ള. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ മോഡൽ ഇതാണ് റോയൽ എൻഫീൽഡിൻ്റെ 350X തണ്ടർബേർഡ്. നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് അഫ്സലിനോട് ചോദിക്കാം. നമുക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ള പുതിയ മോഡലാണ് തണ്ടർബേർഡ് എക്സ്. റോയൽ എൻഫീൽഡിൻ്റെ ചരിത്രത്തിൽ തന്നെ നമുക്ക് ആദ്യമായിട്ട് 117 വർഷമായി നമ്മൾ കമ്പനി ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ട്, അതിനുശേഷം നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു വിൻറ്റേജ് സ്റ്റൈലായിരുന്നു. അത് ഫസ്റ്റ് ടൈമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അലോയ് വീൽസിൽ നമുക്ക് വരുന്നത്. അത് ഏത് മോഡലാണെന്ന് വെച്ചാൽ തണ്ടർബേർഡ് എന്ന മോഡലാണ്. നമുക്ക് ഈ ഒരു പുതിയ ഒരു എഡിഷൻ മാത്രമേ പറയാൻ കഴിയുള്ളൂ, വേറെ സ്പെക്കോ മറ്റു കാര്യങ്ങളൊന്നും ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. തണ്ടർബേർഡ് എക്സ് എന്നാണ് ഈ മോഡലിൻ്റെ പേര്. അർബൻ ടെറൈൻസ് മാത്രമാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഈ വണ്ടി. ഈവൻ ഹൈവേ ക്രൂസിങ്ങിനായിട്ട് പഴയ തണ്ടർബേർഡ് തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇറങ്ങുന്നുണ്ട്. മെയിനായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഫസ്റ്റ് അട്രാക്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലോയ് സ്പോക്സ് മാത്രമാണ്. നമുക്ക് അലോയ് സ്പോക്സ് വരുന്നുണ്ട്. ഈവൻ ട്യൂബ്ലെസ് ടയേഴ്സും നമുക്ക് അതിൽ അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. നമുക്ക് നോർമലി അറിയാം, തണ്ടർബേർഡ് പണ്ട് മുതലേ ഇറങ്ങിയ 2008 മുതലേ നമുക്കുള്ള വണ്ടിയാണ്. അതിൽ സാധാരണ ഒരു കസ്റ്റമേഴ്സ് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ, ഈവൻ ഒരു ടീനേജ് കോൺസെപ്റ്റിലാണ് ആൾക്കാർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, നോർമലി അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യുക, നമുക്ക് അലോയ് ആക്കുക, ജസ്റ്റ് ഹാൻഡിലൊന്ന് കുറച്ചുകൂടെ അഡ്ജസ്റ്റബിൾ ആക്കുക, കുറച്ച് അൾട്രേഷൻ കാര്യങ്ങളൊക്കെ നോർമലി ഒരു തന്നെ ചെയ്യലുണ്ട്. അപ്പോൾ നമ്മളെ കമ്പനി തന്നെ മെയിൻലി ഫോക്കസ് ചെയ്തിട്ട് ഇപ്പോൾ ആ ഒരു ലെവലിൽ തന്നെ ഇറക്കിയിട്ടുണ്ടെന്നാണുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും, അർബൻ ടെറൈൻസിൽ നോട്ടീസ് ചെയ്യപ്പെടും. അതായത് വണ്ടി പോയി കഴിഞ്ഞാൽ മറ്റുള്ള ഏത് ഇതിൽ നിന്നാണെങ്കിലും ഈ വണ്ടിയിലേക്ക് ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ നോട്ടീസബിലിറ്റി മെയിനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഈ ഒരു കോൺസെപ്റ്റിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഈവൻ അർബൻ ടെറൈൻസിലേക്ക് ഇതും ഹൈവേ ക്രൂസിങ്ങിന് പഴയ തണ്ടർബേർഡും ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ്. പിന്നെ ഈവൻ അറിയാം, നമുക്ക് BS4 സിസ്റ്റം വന്നതിന് ശേഷം BS4 സിസ്റ്റത്തിലാണ് വരുന്നത്. 350cc എൻജിൻ സ്പെക്കും മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ മാറ്റിയിട്ടില്ല. ബോഡി പോസ്റ്റേഴ്സും കാര്യങ്ങളും മാത്രമാണ് മാറ്റിയിട്ടുള്ളത്. ഈവൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റിലും മറ്റു കാര്യം, അതായത് ഏതാണോ ടാങ്കിൻ്റെ കളർ വരിക അതേ സെയിം സാധനം റിമ്മിൽ ഒരു സ്റ്റിക്കറായിട്ടും കൊടുത്തിട്ടുണ്ട്. ഈവൻ ദ സ്റ്റിച്ചിങ്, അതായത് നമ്മുടെ സീറ്റിൻ്റെ സ്റ്റിച്ചിങ്ങിലാണെങ്കിലും ആ ഒരു കളറിൻ്റെ അട്രാക്ഷൻ വരാനായിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഒരു ഗ്രാബ് റെയിൽ, പണ്ടത്തെ നമുക്ക് വണ്ടിക്ക് നോർമലി അറിയാൻ പറ്റും നമ്മുടെ ഒരു ഹൈവേ ക്രൂസിങ്ങിൻ്റെ ഗ്രാബ് റെയിൽ, അതായത് പില്യൺ സപ്പോർട്ട് എന്നാണ് നോർമലി അതിന് പറയാറുള്ളത്. അത് അർബൻ ടെറൈൻസ് മാത്രം ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതൊരു സ്പോർട്ടി ടൈപ്പിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല മഡ് ഗാർഡിൽ കുറച്ചൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്, ടോട്ടലി ഒരു ബ്ലാക്ക് ഔട്ട് ഫിനിഷ്. ഇതാണ് മെയിനായിട്ടുള്ള മാറ്റങ്ങളും വന്നിട്ടുള്ളത്, പുതിയ മോഡലിലേക്കുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. നമുക്ക് കാലിക്കറ്റിലുള്ള മൂന്നാമത്തെ ഷോറൂമായിട്ടാണ് ലുഹ ഓട്ടോമോട്ടീവ്സ്. 2015 ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈവൻ ഇപ്പോൾ ഒരു 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഈവൻ നമുക്ക് ഏത് ടെറൈൻസിൽ നോക്കുകയാണെങ്കിലും റീച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഓപ്ഷനിലാണുള്ളത്. മാങ്കാവാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ഈവൻ ടൗണിൽ നിന്നാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിലും നോർമലി ഏത് ലെവലിൽ നിന്നാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. ഹൈലി ഫുൾ ഫ്ലെഡ്ജ്ഡ് മോഡലിലാണ് ഷോറൂം മറ്റ് അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ദെൻ എല്ലാ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത മോഡൽ കോണ്ടിനെൻ്റൽ GT ഒഴികെ ബാക്കി എല്ലാ വണ്ടികൾസും ഇപ്പോൾ അവൈലബിൾ ആണ്. നോർമലി വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കസ്റ്റമേഴ്സ് നോർമലി ഫോക്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് 350, അതായത് നമ്മുടെ വിൻറ്റേജ് സ്റ്റൈലുള്ള ബുള്ളറ്റ് 350 എന്നുള്ള മോഡൽ മാത്രമാണ് കസ്റ്റമേഴ്സ് മെയിനായിട്ട് ഓപ്റ്റ് ചെയ്യുന്നുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ ഒരു പ്രൈസിംഗ് എന്ന് പറയുകയാണെങ്കിൽ, ഏകദേശം നമ്മുടെ പഴയ തണ്ടർബേർഡ് 350 വരെ ഏകദേശം 1,67,000 രൂപയാണ്. നമുക്ക് ഈ ഒരു മാറ്റങ്ങളൊക്കെ ഈ വണ്ടിയിൽ വരുത്തിയിട്ടുണ്ടെങ്കിലും അധികം പ്രൈസ് ഹൈക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും 1,74,929 ഈ വണ്ടി ഇപ്പോൾ ഓൺ റോഡ് പ്രൈസിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 7-8 രൂപേൻ്റെ വ്യത്യാസം മാത്രമേ ഈ ഒരു മെയിൻ ചേഞ്ചസിന് മാത്രമായിട്ട് കമ്പനി അതായത് ഹൈക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മോസ്റ്റ് ഓഫൺ അഫോർഡബിൾ ആണ് എന്ന് തോന്നുന്നുണ്ട്. കാരണം അത്രയും ചേഞ്ചസ് ആരും, ഈവൻ അലോയ് സ്പോക്സ് മാത്രമേ തന്നെ ഏകദേശം 8,000 രൂപ നമുക്ക് പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ചിലവാകുന്നുണ്ട്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ഇൻബിൽഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഈ കുറച്ചുകൂടെ ഫീസിബിലിറ്റി ആയിരിക്കും, അഫോർഡബിളും ആയിരിക്കും റേറ്റിനായിരിക്കും.